ഗിലെയാദുകാരനായ ജെഫ്താ ശക്തനായ സേനാനിയായിരുന്നു. പക്ഷേ അവന് വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദ് ആയിരുന്നു അവന്റെ പിതാവ്. ഗിലെയാദിന് സ്വഭാര്യയിലും പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ ജെഫ്തായെ പുറംതള്ളിക്കൊണ്ടു പറഞ്ഞു, ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്കു ലഭിക്കുവാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. അപ്പോൾ ജെഫ്താ തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്തു ചെന്ന് താമസിച്ചു. ഒരു നീചസംഘം അവനോട് ചേർന്നു കൊള്ള ചെയ്തു നടന്നിരുന്നു. 1 ആരായിരുന്നു ഗിലെയാദുകാരനായ ജെഫ്താ? ഗിലെയാദുകാരനായ ജെഫ്താ ശക്തനായ ഒരു സേനാനിയായിരുന്നു. 2 ജെഫ്തയുടെ പിതാവ് ആരായിരുന്നു? ജെഫ്തയുടെ പിതാവ് ഗിലെയാദ് ആയിരുന്നു. 3 ജെഫ്തയുടെ ജനനത്തെക്കുറിച്ചുള്ള പ്രത്യേകത എന്തായിരുന്നു? ജെഫ്താ ഒരു വേശ്യാപുത്രനായിരുന്നു. 4 ഗിലെയാദിന് ആരിലൊക്കെയാണ് പുത്രന്മാരുണ്ടായിരുന്നത്? ഗിലെയാദിന് സ്വഭാര്യയിൽ പുത്രന്മാരുണ്ടായിരുന്നു. 5 ഗിലെയാദിന്റെ പുത്രന്മാർ ജെഫ്തയെ പുറംതള്ളാൻ കാരണമായി പറഞ്ഞതെന്താണ്? ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്കു ലഭിക്കുവാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ എന്ന് പറഞ്ഞാണ് അവർ ജെഫ്തയെ പുറംതള്ളിയത്. 6 ജെഫ്താ എവിടെ നിന്നാണ് ഓടിപ്പോയത്? ജെഫ്താ തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി. 7 ജെഫ്താ ഓടിപ്പോയ ശേഷം എവിടെയാണ് താമസിച്ചത്? ജെഫ്താ തോബ് എന്ന സ്ഥലത്താണ് താമസിച്ചത്. 8 തോബിൽ വെച്ച് ജെഫ്തയോടൊപ്പം ആരാണ് ചേർന്നത്? തോബിൽ വെച്ച് ഒരു നീചസംഘം ജെഫ്തയോടൊപ്പം ചേർന്നു.